ഖസാക്കിൻ്റെ ആ വിസ്മയകരമായ കാറ്റ് വീണ്ടും മനസ്സിലൂടെ വീശിയടിക്കുന്നു. ഇതൊരു വായനയല്ല, മറിച്ച് ഒരു തിരിച്ചുപോക്കാണ്. കാലമെത്ര മാറിയാലും ലോകം എത്രയെത്ര തിരക്കുകളിലേക്ക് നമ്മെ വലിച്ചെറിഞ്ഞാലും ആ ഒറ്റപ്പെട്ട കരിമ്പനകളുടെ താളത്തിനൊത്ത് ഹൃദയം തുടിക്കാൻ തുടങ്ങും. രവി എന്ന ആ വലിയ സഞ്ചാരി ആത്മസംഘർഷങ്ങളുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട ആ മനുഷ്യൻ ഒടുവിൽ ഖസാക്കിൻ്റെ മണ്ണിൽ സ്വന്തം അസ്തിത്വവും കണ്ടെത്തുമ്പോൾ വായനക്കാരനായ ഞാനും ആ ഇതിഹാസത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. മൈമൂനയുടെ നിശബ്ദതയും ശിവരാമൻ നായരുടെ അലച്ചിലും അപ്പുക്കിളിയുടെ നിഷ്കളങ്കമായ ലോകവുമെല്ലാം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നു. ആ വരികൾക്കിടയിലൂടെ അലയുന്ന ആ കാറ്റ് വെറും കാറ്റല്ല, അതൊരു തലമുറയുടെ മുഴുവൻ സ്വപ്നങ്ങളുടെയും വേദനകളെയും ആഴത്തിൽ താലോലിക്കുന്ന ദൈവസാന്ദ്രമായ ഒരനുഭവമാണ്. പലപ്പോഴും തോന്നും ഈ ജീവിതം തന്നെ ഖസാക്കിലെ ആ തെരുവുകളിലൂടെയുള്ള ഒരലച്ചിലാണെന്ന്. എത്ര അകന്നുപോയാലും എത്ര വലിയ ദൂരങ്ങൾ താണ്ടിയാലും ആ കിഴക്കൻ കാറ്റിൻ്റെ ഒരു ചെറിയ തണുപ്പ് ഏൽക്കുമ്പോൾ മനസ്സിൽ പഴയ ഖസാക്ക് പൂത്തുലയുന്നു. മോചനമില്ലാത്ത എന്നാൽ അതിലേറെ മനോഹരമായ ഒരു ബന്ധമാണത്. നമ്മളറിയാതെ തന്നെ ആ കരിമ്പനകളുടെ നിഴലിലേക്ക് നമ്മൾ നടന്നെടുക്കും. വിജയൻ ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു മാന്ത്രികനാണ്. വാക്കുകളെ കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിനെ എവിടെയാണോ കെട്ടിയിടേണ്ടത് അവിടെ അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കുന്നു. ഖസാക്ക് അവസാനിക്കുന്നില്ല, മറിച്ച് നമ്മളിലൂടെ അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ കാറ്റ് ഇനിയും വീശിക്കൊണ്ടേയിരിക്കും, നമ്മളെ വീണ്ടും ആ മണ്ണിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കാൻ ഒരിക്കലും തീരാത്ത ഒരു ആത്മീയ യാത്രയിലേക്കാണ് ക്ഷണിക്കുന്നത്. ഖസാക്കിലെ ആ പ്രകൃതിയും ജീവിതവും നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ അനുഭൂതി മറ്റെവിടെയെങ്കിലും ഉള്ള ഒരു പുസ്തകത്തിന് നിന്ന് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, OV വിജയൻ ദൈവസാന്ദ്രമായ കാറ്റ്, KP രമേശിൻ്റെ ഒരു ഉജ്ജ്വല രചന. വീണ്ടും OVയിലേക്കൊരു പാലം പണിതുകൊണ്ട് KP രമേശ് നമ്മളെ അങ്ങോട്ട് നയിക്കുകയാണ്. ആ ഒരു പ്രവാചക തുല്യമായ ആ അക്ഷരങ്ങളുടെ ഉപാസകനായ ആ ഒരു മഹാമനീഷിയുടെ അടുത്തേക്ക്. അഭിവാദ്യങ്ങൾ.